ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. വീണ, ഏത് വീണ, എന്ത് വീണ, എവിടുത്തെ വീണ? ആ ദേശാഭിമാനി നിങ്ങൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കിട്ടോ, എല്ലാ പേജുകളും ഞാൻ പരിശോധിച്ചു. എന്റെ കണ്ടുപെടാതെ ഇനി വല്ല ചർമ്മക്കോളത്തിന്റെ അടിയിൽ ചെറിയ വാർത്ത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞപ്പം വീണ 12-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള വാർത്തയോ, വീണയുടെ കാര്യം നോക്കിക്കോളും, പാർട്ടി നോക്കണ്ട എന്ന അപ്പൻ ഗോവിന്ദന്റെ പ്രസ്താവനയോ, നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെയും കെ ശൈലജയുടെയും വീണയുടെ കാര്യം നോക്കട്ടെ, പാർട്ടി ഇതിൽ തലയിടേണ്ട തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇതുകൊണ്ടെന്താ സംഭവിക്കുന്നത്? അങ്ങനെ ദേശാഭിമാനി ഈ വാർത്തകളൊന്നും കൊടുക്കാത്തത് കൊണ്ട് ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തംഗമ്മികൾ, പിണറായി വിജയന്റെ അപ്പിത് നിന്നുന്ന, പിണറായി വിജയന്റെ ആസനം കഴുകി കൊടുക്കുന്ന അന്തംഗമ്മികള്, ഇത് മാത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. എന്ത് സമാധാനല്ലേ, എന്ത് സമാധാനം! വീണ, ഏത് വീണ, എന്ത് വീണ, അങ്ങനെ വീണയൊന്നും ഇല്ല എന്നാണ് ദേശാഭിമാനി പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്, ഒന്ന്, CPM തെറ്റ് സമ്മതിക്കുന്നു. തെറ്റല്ല, സ്വയം വിമർശനം നടത്തുന്നതാണ് അവർ പറയുന്നത്. തെറ്റ് പറ്റില്ലല്ലോ, അതായത് തെറ്റ് പറ്റി എന്നുള്ളതിന് അവരുടെ ഒരു ഭാഷയാണ് ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നു, അതല്ലാതെ നിങ്ങളാരും ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറയണ്ട എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. അതായത് സംസ്ഥാന കമ്മിറ്റിയിലെ അതായത് ഇവര് കഴിഞ്ഞ ഈ 1.5 മാസമായി ബ്രാഞ്ചിലും ഏരിയയിലും ലോക്കൽ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ നടത്തിയ ചർച്ചകളുടെ ആകത്തുക സമാഹരിച്ചുകൊണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയിൽ വെക്കുകയും ആ സംസ്ഥാന കമ്മിറ്റി അത് പാസ്സാക്കുകയും ചെയ്തു. അത്രേ സത്യത്തിൽ ഈ ബ്രാഞ്ചിലും ഏരിയയിലും ലോക്കലിലും ഒക്കെ നടന്ന ചർച്ചകൾ, അല്ലെങ്കിൽ അവിടെ ഉയർന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ നല്ലൊരു പങ്കും മൂടി വെച്ചു. അതായത് ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് സംബന്ധിച്ച് MV ഗോവിന്ദൻ വിശദീകരിക്കുകയാണ്. ഇതാണ് ഇന്നലെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. മറ്റൊന്ന്, വീണ വിജയന് എക്സാലോജി കമ്പനിയുടെ മുതലാളിച്ചി പിണറായി വിജയന്റെ പുന്നാരമകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 12-ാം തീയതി, ഈ വെള്ളിയാഴ്ച ED വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടെ സ്വാഭാവികമായും ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ, ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ അന്തംഗമികളിലും കൂടി ഇഷ്ടികയും ചീമുട്ടയും ഒക്കെ ആയിട്ട് വരും. കഴിഞ്ഞ ദിവസം കേട്ടത് എന്താന്ന് വെച്ചാൽ, കേരളത്തിൽ ഇഷ്ടികക്ക് വില കൂടാൻ വേണ്ടി പോകുന്നു, മുട്ടക്ക് വില കൂടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ അറിയാലോ, CPM-ന്റെ അണികളുടെ എണ്ണം നമുക്കറിയാലോ. ഈ കഴിഞ്ഞ പ്രാവശ്യം 2 ആഴ്ച മുമ്പ് പിണറായി വിജയന്റെ വീട്ടില് ED അന്വേഷണത്തിനെത്തിയപ്പോൾ, റെയ്ഡിനെത്തിയപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 400 ഇല്ല, ഏതാണ്ട് 300ഓളം CPM-കാർ മാത്രമാണ് വന്നത്. കാരണം അവരറിഞ്ഞില്ലായിരുന്നു എന്നാ പറയുന്നത് കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ 300 3 ലക്ഷം 30 ലക്ഷം ആൾക്കാരൊക്കെ ഒത്തുകൂടുമായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ ഒരു 10-30 ലക്ഷം ആൾക്കാർ, അല്ലെ 30 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം ആൾക്കാർ ഒരുമിച്ച് ഇഷ്ടികയുമായി വന്നു കഴിഞ്ഞാൽ ഇഷ്ടികക്ക് അത്രമാത്രം ഡിമാൻഡ് വർദ്ധിക്കും എന്ന് കേട്ടിരുന്നു. കാരണം ഇഷ്ടിക വേണമല്ലോ ED-ക്കാരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ, ED-ക്കാരുടെ കാർ അടിച്ചു പൊട്ടിക്കാൻ. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതായത് CPM-ന്റെ നേതാക്കന്മാർ, ബ്രിട്ടാസ് പറയുന്നു, കെ ശൈലജ പറയുന്നു, NN കൃഷ്ണദാസ് പറയുന്നു, അല്ല നമ്മുടെ അപ്പൻ ഗോവിന്ദൻ വരെ പറയുന്നു, വീണയും ആയി CPM-നെ കൂട്ടിക്കെട്ടണ്ട, വീണക്ക് എതിരെ ED അന്വേഷണം അല്ലേ, ED അന്വേഷിച്ചോട്ടെ, അതിലെന്തിനാണ് CPM അഭിപ്രായം പറയാൻ പോകുന്നത്? ഇത്രകാലം ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ മുഴുവനും TV-ക്ക് മുന്നിൽ വന്നിരുന്നിട്ടും പത്രത്തിലൂടെയൊക്കെ വീണക്ക് വേണ്ടിയിട്ട് ഇവർ നടത്തിയ എന്തൊക്കെ അപഹാസ്യമായ ശ്രമങ്ങൾ എളുപ്പം പറയാണ്. വീണക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളൊന്നും പറയുന്നില്ല, വീണയുടെ കാര്യം നോക്കട്ടെ, ഞങ്ങളുടെ കാര്യം. പക്ഷേ ഗോവിന്ദ അങ്ങനെ പറയാൻ പറ്റൂല. വീണയുടെ കാര്യം മാത്രം, ഏതോ ഒരു വീണയല്ല ഈ വീണ എന്ന് പറയുന്നത്, പിണറായി വിജയന്റെ മോള് വീണയാണ്. പിണറായി വിജയന്റെ മോള് വീണക്ക് 2.78 കോടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വീണക്ക് കിട്ടിയതല്ല, അത് പിണറായിക്ക് കിട്ടിയതാണ്. പിണറായി വീണയിലൂടെ ഇത് വാങ്ങിച്ചതാണെന്ന് ഇവിടുത്തെ ചെറിയ കുട്ടിയേക്ക് പോലെ അറിയടോ. അപ്പൊ വീണനെ ഇപ്പൊ നിങ്ങൾ എത്രമാത്രം മാറ്റി നിർത്തിയാലും ED വീണയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചോദ്യം ചെയ്യേണ്ടത് പിണറായി അല്ലേ? വീണ പറയൂലേ,
ഞാൻ ഒന്ന് വീണക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഈ കരിമണൽ കർത്തായുടെ അടുത്തുനിന്ന് 2.78 കോടി രൂപ എന്തിനു വാങ്ങിയെന്ന് ചോദിച്ചാൽ വീണ പറയൂലേ, അച്ഛൻ പിണറായി വിജയൻ, എൻ്റെ അച്ഛൻ പിണറായി വിജയൻ ഈ പറയുന്ന കരിമണൽ കർത്തായുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഈ സഹായങ്ങൾ ചെയ്തതിനുള്ള നമ്മുടെ AK ബാലന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പാരിതോഷികം, ആ പാരിതോഷികമാണ് ഇത് എന്ന് പറഞ്ഞാൽ ED അടുത്ത് പിണറായിന്റെ അടുത്ത് വരില്ലേ? അപ്പൊ ഇതൊക്കെ വളരെ താൽക്കാലികമായ കാര്യമാണ്. ഏതായാലും ഇതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന് നമ്മുടെ ഇത് എന്താ പറയാ, രക്ഷാപ്രവർത്തന കേസ് കോടതിയിലെത്തിയപ്പോൾ ആലപ്പുഴ സെഷൻസ് കോടതി, അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആലപ്പുഴ സെഷൻസ് കോടതിയുടെ ജഡ്ജി ആരാണെന്ന് അറിയണം കേട്ടോ. ഹണി എം വർഗീസ് ആണ്. ഈ ഹണി എം വർഗീസ് ആരാണെന്ന് അറിയണേ, അതായത് MM വർഗീസിന്റെ മോളാണ്. ഏത് MM വർഗീസ്? തൃശ്ശൂർ ജില്ലയിലെ മുൻ ജില്ലാ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലയിലെ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മോളാണ് ഈ ആലപ്പുഴ സെഷൻസ് കോടതിയിലെ ജഡ്ജി ഹണി എം വർഗീസ്. ഈ ഹണി എം വർഗീസിന് ശരിക്കും നിങ്ങൾക്കൊക്കെ നല്ല പരിചയം എന്ന് പറഞ്ഞാൽ പണ്ട് ദിലീപിന്റെ കേസിൽ, അല്ലെങ്കിൽ ദിലീപും പ്രമുഖ നടിയുമായുള്ള ആ കേസിൽ ദിലീപിനെ എന്താ പറയാ കുറ്റവിമുക്തനാക്കിയത് ഈ പറയുന്ന ഹണി എം വർഗീസിന്റെ ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഹണി എം വർഗീസ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച്. ഈ MM വർഗീസിനെ, അതായത് ഹണി എം വർഗീസിന്റെ അച്ഛനായ തന്തപ്പടിയായ MM വർഗീസിനെ ED ഈ 14-ാം തീയതി ED വിളിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആരൊക്കെയാണ്? AC മൊയ്തീനെ, പിന്നെ K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ്, ഈ 3 പേരാണ് കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ചതിനും കൊള്ളയടിക്കാൻ ഒത്താശകൾ ചെയ്തു കൊടുത്തതിനും ഈ 3 മുതലുകളെ ED 14-ാം തീയതി വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാം, CPMന്റെ നേതാക്കന്മാരെ മുഴുവനും EDയും CBIയും കൊണ്ടുപോകും. കാത്തിരുന്നോളികൾ അതിന്റെ തുടക്കമായി കഴിഞ്ഞു. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ MM വർഗീസിന്റെ മോളാണ് ഹണി എം വർഗീസ് എന്ന് പറഞ്ഞാൽ CPM. ഞാൻ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഈ ഹണി എം വർഗീസ് ഈ 5 രക്ഷാപ്രവർത്തകരെ, അതായത് രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, മുട്ടൻ വടിയെടുത്തിട്ട് നമ്മുടെ AD തോമസ് ഉൾപ്പെടെയുള്ള അജയ് ജുവൽ കുര്യാക്കോസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്, നമ്മുടെ ഇപ്പോഴത്തെ MLA ആയ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായ ആരാണ് AD തോമസ്, ഇവരെ ഈ 2 പേരെ അതിമൃഗീയമായ അല്ലെ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ തലമണ്ടടിച്ച് പൊട്ടിച്ച ആ സംഭവത്തിൽ ഈ ഹണി എം വർഗീസ് 20 പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ട് ഹണി എം വർഗീസിന് മനസ്സിലായില്ല ഇവരുടെ തലയടിച്ച് പൊട്ടിച്ചെന്ന്. ഹണി എം വർഗീസ് പറഞ്ഞു ആ വീഡിയോ 20 പ്രാവശ്യം കണ്ടു, പക്ഷെ അങ്ങനെ ഒരു വധശ്രമമൊന്നും നടന്നിട്ടില്ല. പിന്നെ തലക്ക് അടി കുടുങ്ങിയത് എന്താ വെച്ചാൽ ഇവര് തല താത്തിക്കളഞ്ഞു. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും തമാശയുണ്ടോ, അതായത് ഇവര് മുട്ടൻ വടിയോണ്ട് അടിക്കാൻ വന്നപ്പോ ഈ അജയ് ജുവൽ കുര്യാക്കോസ് എന്ത് പണിയാ ചെയ്തത്, AD തോമസ് എന്ത് പണിയാ ചെയ്തത്? തല ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണ്ടേ? ഒരാൾ നമ്മളെ തലമണ്ടക്ക് അടിക്കാൻ വന്നാൽ തല ഇങ്ങനെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം, തല താഴ്ത്തരുത്. ഇവര് തല താഴ്ത്തിയപ്പോഴാണ് അടി കൊണ്ടത്. തല ഉയർത്തിപ്പിടിച്ചിരുന്നെങ്കിൽ അടി കൊള്ളുമായിരുന്നില്ല. അതുകൊണ്ട് ഈ 5 പേരെയും എന്ത് ചെയ്തിരിക്കുന്നു? ഇവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നു, മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു എന്നാണ് ഈ കോടതിയുടെ കണ്ടെത്തൽ. ഏതായാലും ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഈ എല്ലാ ക്രിമിനലുകളും ഇവരുടെ കേസ് എങ്ങനെയെങ്കിലും ആലപ്പുഴ സെഷൻസ് കോടതിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ കോടിസുനി, ഗോവിന്ദച്ചാമി, പിന്നെ ആരൊക്കെയാണ് നമ്മുടെ മറ്റേ ഈ ഇനി വരുന്നുണ്ടല്ലോ ഒരുപാട് കേസുകൾ, അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ആൾക്കാർ, ഇവരൊക്കെ ഇവരുടെ കേസുകൾ എവിടെ വാദിക്കണം? നമ്മുടെ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ വാദിക്കണം. അവിടെ ഹണി എം വർഗീസ് വളരെ നീതിയുക്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ നീതിയുക്തമായ കോടതിയിലേ ഞങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത്. നമുക്ക് ഒന്നൊന്നായി നോക്കാം. ആദ്യം നമുക്ക് ഈ വീണയുടെ കാര്യം നോക്കാം കേട്ടോ. അപ്പൊ മാതൃഭൂമി പത്രത്തില് വീണയുടെ സംഭവം ഇങ്ങനെയാണ്. വീണയെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യുമെന്ന് പറയുന്നത്. വീണയെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യും. 8 പേർക്ക് കൂടി ED നോട്ടീസ് എന്ന് പറയുന്നു. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശമെന്ന് ഈ പറയുന്ന 1-ാം പേജിലെ സ്റ്റോറി അതാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കണ്ടല്ലോ 1-2 ഒമ്പതാം പേജിൽ ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: വീണക്ക് സമൻസ്, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ബ്രിട്ടാസ് പറയാണ്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ പണ്ട് ഛർദ്ദിച്ചത് മുഴുവൻ നക്കി തിന്നുകയാണ്. പണ്ട് വരെ വീണക്ക് വേണ്ടി വാദിച്ച് ഛർദ്ദിച്ച് വെച്ചിരുന്നു, അതൊക്കെ നക്കി തിന്നുകൊണ്ട് ഉളുപ്പില്ലാതെ പറയാണ് എന്താണ്, നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. എക്സാലോജിക് CMRL ഇടപാട് കേസിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് CPM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്.
മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED സമൻസ് അയച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പറയാനുള്ളതെല്ലാം SFIOയോട് വീണ പറഞ്ഞിട്ടുണ്ട്. വീണയുടെ വിഷയത്തിൽ എല്ലാ ഇടപാടും നടന്നിട്ടുള്ളത് ബാങ്ക് വഴിയാണ്. ഇയാൾ വീണ്ടും പറയണം പൊട്ടത്തരം. എടോ, ബാങ്ക് വഴിയും ഇത്തരത്തിലുള്ള അഴിമതിപ്പണം കൈമാറാം. ബാങ്ക് വഴി കള്ളപ്പണം, അഴിമതിപ്പണം കൈമാറാം. എന്റെ ബ്രിട്ടാസെ, നീയൊക്കെ ഏത് ലോകത്താടോ? ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞതാണ് ഏതൊക്കെ എത്ര കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടന്നുകൂടി. ഇപ്പം നമ്മുടെ ഈ എന്നോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുക. നമ്മൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേൾക്കല്ലേ? അതായത് നിങ്ങളിതാ ഡിജിറ്റൽ അറസ്റ്റിലാണ്, അതുകൊണ്ട് ഇതാ അക്കൗണ്ടിലേക്ക് എത്ര പൈസ ഇടൂ. ഇതൊക്കെ പിന്നെ ഈ തട്ടിപ്പ് പണല്ലേ? തട്ടിപ്പ് പണം. ഈ തട്ടിപ്പ് പണമൊക്കെ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. അതിന് നിങ്ങൾ GST അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുക? വീണ്ടും പറയണം ഇത് ബാങ്ക് ആടോ. വീണ അതില് മാസ്റ്റർ ഡിഗ്രി എടുത്തതാണ്. എങ്ങനെ ഈ ബാങ്ക് വഴി തട്ടിപ്പ് നടത്താം, ബാങ്ക് വഴി ട്രാൻസാക്ഷനിലൂടെ തട്ടിപ്പ് നടത്താം എന്നുള്ളത് പറയുന്നതിന് ഒരു ഉളുപ്പ് കണ്ടു. അങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടു പറയുന്നത് കേട്ടോ. ഈ ബ്രിട്ടു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാ ഏത് പേജിലാണ്? 7-ാം പേജിൽ ED കേസിൽ CPM വീണയെ ന്യായീകരിക്കാനില്ല. ഈ വീണയെ ന്യായീകരിക്കാനില്ല എന്റെ മാഷേ. ഏത് മാഷ്? ഗോവിന്ദൻ മാഷ്. അപ്പൻ ഗോവിന്ദൻ മാഷ് പറയാണ്, വെറും മാഷല്ല കേട്ടോ, കളിമാഷ് പറയാണ് ED കേസിൽ CPM വീണയെ ന്യായീകരിക്കാനില്ല. എന്റെ അന്തം കമ്മികളെ, ഈ കോമാളിനെ നിങ്ങൾ വെച്ചിരിക്കണോ? ഇയാള് പാർട്ടി സെക്രട്ടറി, അക്കാലത്തൊക്കെ ഇയാൾ പാർട്ടി സെക്രട്ടറി അല്ലേ? കഴിഞ്ഞ ഇത്രയും കാലമായിട്ട്, അതായത് ഇയാൾക്ക് ശേഷം ആർക്ക് ശേഷം? നമ്മുടെ കോടിയേരിക്ക് ശേഷം ഇയാളല്ലേ പാർട്ടി സെക്രട്ടറി. അടക്കാതെ വിജയരാഘവൻ വന്നിരുന്നതിന് ശേഷം ഇയാളാണ് പാർട്ടി സെക്രട്ടറി. ഇയാൾക്ക് ബോധം ഉയർന്നില്ല ഇനിയോ? പറഞ്ഞുകൊണ്ടിരുന്നതാണ് വീണ ഏറ്റവും അവസാനം 2 ആഴ്ച മുമ്പ് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലേക്ക്, അതായത് വീണ താമസിക്കുന്ന വീട്ടിൽ, പിണറായി വിജയൻ താമസിക്കുന്ന വീടല്ല, വീണ താമസിക്കുന്ന വീട്ടിലേക്ക്, നമ്മൾ പിണറായി വിജയന്റെ വീട് എന്നല്ല പറയാ, അവിടേക്ക് ED ഈ റെയ്ഡിന് ചെന്നപ്പോൾ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? പിണറായിയെ ആക്രമിക്കാൻ വരുന്നു, പിണറായിയെ എന്താ പറയാ, രാഷ്ട്രീയ വിരോധം മൂലം പിണറായി പിടിക്കാൻ വരുന്നു. പിണറായി എന്നെ പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചില്ല. അത് പിണറായി പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ ദിവസം പിണറായി എന്ന് പറഞ്ഞത് നമുക്ക് ഒന്നിച്ച് നേരിടാന്നാ പറഞ്ഞത്. അതായത് നിന്റെ മോളെ ED പിടിക്കാൻ വന്നിക്കുന്നത്, അങ്ങനെ പറയുന്നത്, നിന്റെ മോളെ ED പിടിക്കാൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് സഖാക്കളെ നമുക്ക് ഒന്നിച്ച് നേരിടാം. അപ്പോഴാണ് മരുമോൻ പറഞ്ഞത്, എന്താ പറഞ്ഞത്? നമ്മളിത് അവസാന ശ്വാസം വരെ നമ്മൾ നേരിടുന്ന പറഞ്ഞത്. ആര്? മരുവൻ. ഉളുപ്പില്ലാത്ത മരുവൻ. ഇപ്പൊ കാണാനില്ല, ഇപ്പൊ ബേപ്പൂര് കാണാനില്ല. ബേപ്പൂര് ഇപ്പൊ ആ വഴിക്കൊന്നും പോയിക്കൂടാ എന്ന് പറഞ്ഞാൽ ഗതാഗത കുരുക്കുകൊണ്ട് മൂപ്പര് മേൽപ്പാലുണ്ടാക്കിയത് പകുതി വഴിക്ക് വെച്ച് അത് പണി നിർത്തി. അതിന് വേണ്ട ഒരു സജ്ജീകരണങ്ങളും ചെയ്തില്ല, സർവീസ് റോഡുകളൊന്നും ശരിയാക്കിയില്ല. ഇപ്പോഴാകെ ഗതാഗത കുരുക്കാണ്. ഇത് UDFന്റെ തകരാറാണെന്നാണ് സഖാക്കൾ പറയുന്നത്. മരുവനെ കാണാനേ ഇല്ല. നമ്മളെ പൈസ എടുത്തിട്ടാണ് മുക്കിയത്. ഇതിപ്പോ കരിമണൽ കർത്ത ഈ വീണക്ക് 2.78 കോടി കൊടുക്കാന്ന് പറഞ്ഞാലേ ഇത് നമുക്ക് കൂടി അവകാശപ്പെട്ട പൈസയാണോ? കാരണം ഈ കരിമണൽ കർത്തയുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്വന്തം കമ്പനിയല്ല. അത് ഒരു രീതിയിൽ അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. 13.14% ഷെയർ KSIDCക്ക് ഉണ്ട്. KSIDC എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് 13.14% മുതൽ മുടക്ക് അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് കിട്ടുന്ന ലാഭത്തിന്റെ 13.14% നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കിട്ടേണ്ടതാണ്. അതാണ് 2.78 കോടി രൂപ വീണ അടിച്ചോണ്ട് പോയത്. ഏത് വീണ? ഈ പറയുന്ന റിയാസിന്റെ ഭാര്യ, റിയാസിന്റെ 2ാം ഭാര്യ. അപ്പോൾ അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ പോക്കറ്റ് അടിച്ചതിന്റെ ഒരു വിഹിതം ഇപ്പറഞ്ഞ റിയാസിനും കിട്ടിയിട്ടുണ്ടോ? പിന്നെ റിയാസിന് ഇറങ്ങി നടക്കാൻ പറ്റുമോ? മുണ്ടിട്ടിട്ടാണ്, തലയിൽ മുണ്ടിട്ടിട്ട് നടക്കട്ടെ. പിന്നെ ഉളുപ്പില്ലാത്തോണ്ട് ഇളിച്ച് ചാടിങ്ങാണ്ട് ഇങ്ങനെ തൊഴഞ്ഞു നടക്കും. പക്ഷെ കാണാനില്ല. ഇതാ പറഞ്ഞത്. ഇനി എന്താ പറയാ? ഇത് വീണ അന്വേഷിച്ചോളെന്നാ പറയുന്നത്. ഇനി വീണും റിയാസും നടക്കട്ടെ കേട്ടോ, വീണയും റിയാസും നടക്കട്ടെ. അതാണ് ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ അങ്ങനെ കൈയൊഴിഞ്ഞു. ഗോവിന്ദനും ഛർദി വാരി തിന്നാണ്. ഗോവിന്ദന് പിന്നെ ഒരുപാട് ശീലമുണ്ട്. മൂപ്പര് ഛർദിക്കും തിന്നും. ഇതാണ് ഗോവിന്ദന്റെ ശീലം. അപ്പൊ ഗോവിന്ദൻ പറയുന്നത് എന്താണെന്നറിയോ? പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട എക്സാലോജി കേസിൽ CPMന് ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വീണക്ക് ED നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് പ്രതികരണം.
കേസ് വീണ തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ എന്തിനാണോ നിങ്ങൾ ഇത്രയും കാലം വീണയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചത്, ഇൻക്ലാബ് വിളിച്ചത്? വീണ സേവനം നടത്തില്ല എന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. കരിമണൽ കർത്തായുടെ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു നടത്തില്ല എന്ന്, വീണ തന്നെ പറഞ്ഞു ഞാനൊന്നും നടത്തിയില്ല എന്ന്. അവസാനം ഈ TV ചർച്ചയിൽ മുന്നിൽ വന്നിട്ട് ഈ അഡ്വക്കേറ്റ് അരുൺകുമാറും മറ്റൊരുപാട് അനിൽകുമാർ പോലുള്ള ന്യായീകരണ തൊഴിലാളികൾ വന്നിട്ട് വീണ സർവീസ് നടത്തി വല്ല കാര്യമുണ്ടോ? വീണയുടെ കാര്യം വീണ പറഞ്ഞോളെന്ന് പറഞ്ഞാൽ പോലെ. വീണയാണെങ്കിൽ ഇന്നേ വരെ മിണ്ടിയിട്ടില്ല. ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും സംശയമുണ്ട് വീണക്ക് സംസാരശേഷി ഉണ്ടോ എന്നുള്ളത്. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വലിയ സംശയമുണ്ട്. കാരണം വീണ ഇതേവരെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഈ TV-ക്ക് മുന്നിൽ വന്നതുകൊണ്ട് ഈ കാര്യം വീണ ഒരിക്കലും വിശദീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി കേസിന്റെ മറവിൽ പിണറായിയെ കൂട്ടിക്കെട്ടാൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തെയാണ് എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഇതിന്റെ പിന്നിൽ പിണറായിയെ കൂട്ടിക്കെട്ടൂലടോ, പിണറായിന്റെ മോളല്ലേ വീണ, അല്ലേ? പിണറായി ഇവിടുത്തെ ഏതെങ്കിലും ഒരു വീണക്ക് കരിമണൽ കമ്പനി 2.78 കോടി കൊടുക്കോ ഗോവിന്ദ? പറയടോ ഗോവിന്ദ, ഏതെങ്കിലും ഒരു വീണക്ക് കരിമണൽ കർത്തായുടെ കമ്പനി 2.78 കോടി കൊടുക്കോ? പറയടോ. കൊടുത്തത് എന്തിനാ കൊടുത്തത്? കാരണം ഈ സംസ്ഥാനവും പാർട്ടിയുമാകെ ഭരിക്കുന്ന, അല്ലേ, ഈ പറയുന്ന കാരണഭൂതത്തിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ, കാരണഭൂതത്തിൽ നിന്ന് സൗജന്യങ്ങൾ പറ്റാൻ, കാരണഭൂതം അവരുടെ കമ്പനി പൂട്ടാതിരിക്കാൻ ഇതിനു വേണ്ടി കൊടുത്ത കൈക്കൂലിയാടോ ഇത്. അപ്പൊ പിന്നെ പിണറായിക്ക് ഇതിൽ പങ്കില്ലേ? പിണറായിനെ പിടിക്കണോ? പിണറായിനെ പിടിക്കും. എന്താ സംശയം? വീണയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിണറായിയെ പിടിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് വീണ മിക്കവാറും 12-ാം തീയതി പോകുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വീണ ഈഡിന്റെ മുന്നിലേക്ക് അങ്ങനെ പോയിക്കോളുന്നില്ല. എനിക്ക് തലവേദനയാണ്, പനിയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം വീണക്ക്. പാരമ്പര്യമായി കിട്ടുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ട്, അച്ഛന്റെ ചില രോഗങ്ങൾ തനിക്കുണ്ട് എന്നൊക്കെ വീണക്ക് പറയാം. നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ ചിലപ്പോൾ മാറ്റിവെക്കും. അതൊരു 3 പ്രാവശ്യം വരെ അങ്ങനെ മാറ്റിവെക്കാൻ ഓപ്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. അതായത് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ഇഡിയെ കളിപ്പിക്കാം. 4-ാം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഡി നേരിട്ട് അന്വേഷിച്ച് വരും. 4-ാം പ്രാവശ്യം അങ്ങനെ പറഞ്ഞാൽ ഇഡി നേരിട്ട് കണ്ട് അന്വേഷിച്ച് വരും, പിടിച്ചു കൊണ്ടുപോകും. പിന്നെ അതിന്റെ മുമ്പ് വേണമെങ്കിൽ എവിടെ പോകാം? കോടതി പോകാം. പക്ഷെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരെ ഈ എന്താ പറയാ ഈ ഇഡിയോട് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് പോകാൻ പറ്റില്ല. നേരെ സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ വീണക്ക് പോകാം. കോടികൾ കയ്യിലുള്ളതുകൊണ്ട് എവിടെ പോകാം? സുപ്രീം കോടതിയിൽ പോകാം. അല്ലെങ്കിൽ തൽക്കാലം ഈ അസുഖബാധിതയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാതിരിക്കാം. ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വീണ മിക്കവാറും 12-ാം തീയതി പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നോക്കാം, നമുക്ക് പോകില്ല എന്നൊക്കെ. പിന്നെ പറയുന്നത് അതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് വീണ വാർത്ത, അല്ലെങ്കിൽ വീണ വാർത്ത, അല്ലെ? യെസ്, വീണ വാർത്ത. മാതൃഭൂമി കൊടുത്തത് അങ്ങനെയാണ്. നമുക്കിനി മനോരമ നോക്കാം. മനോരമ മെയിൻ സ്റ്റോറിയാണ്. എക്സാലോജി കേസ് അടുത്ത ഘട്ടത്തിലേക്ക്, വീണക്ക് സമൻസ്, തീയതി ജൂൺ 12, സ്ഥലം ED കൊച്ചി ഓഫീസ്. ശശിധരൻ കർത്താടക്കം CMRലെ 6 പേരെ കൂടി വിളിപ്പിച്ചു. വിവിധ ദിവസങ്ങളിലായി EDയുടെ ചോദ്യം ചെയ്യൽ. ഒരു കാർട്ടൂൺ ഉണ്ട്, ബൈജുവിന്റെ കാർട്ടൂണാണ്. ഇത്തവണ കട്ട സപ്പോർട്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഇത്തവണ കട്ട ഇറക്കുന്നില്ല എന്നാണ് 3 ആൾക്കാർ പറയുന്നത്. ഏത് 3 ആൾക്കാരാണ്? അപ്പം ഗോവിന്ദനും ജോൺ ബ്രിട്ടാസും പിന്നെ നമ്മുടെ KK ശൈലജയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. KK ശൈലജ എന്താ പറയാ അറിയോ? മകൾക്ക് ലഭിച്ച ED സമൻസിനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ശൈലജയെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പിണറായിയായിട്ട് കൂട്ടി ബന്ധപ്പെടുത്തേണ്ടതല്ല. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ശൈലജയ്ക്ക് എങ്ങനെ പറയാൻ പറ്റുക? പിണറായി വിജയനുമായി കൂട്ടിക്കെട്ടണ്ടേ? ശൈലജന്റെ മോക്ക് ഈ പറയുന്ന കറുത്ത പൈസ കൊടുക്കൂല്ലല്ലോ. പിണറായിന്റെ മോക്കല്ലേ കൊടുത്തത്, ഇനി ഇപ്പോഴാണ് കൊടുക്കൂല. അന്ന് ഇയാൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് കരിമണൽ കർത്തായുടെ കമ്പനി നടത്തണമെങ്കിൽ പിണറായിയുടെ ഒരു NOC വേണം. അതിന് വേണ്ടിയിട്ട് കൊടുത്തു. അത് ഇനിയിപ്പോ എന്തിനാ ശൈലജ പിണറായിനെ പേടിക്കണ്? അല്ലേ, എന്തിനാ പേടിക്കണ്? പിറക്കാതെ പോയ മോൻ പറഞ്ഞു പറയോ? ഞങ്ങളിവിടെ ആ 3 സ്ത്രീകൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അതായത് ശൈലജ പണ്ട് പറഞ്ഞതാണല്ലോ, ഏതോ ഒരു 3 സ്ത്രീകൾ അവര് ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെ സംരക്ഷിക്കാൻ പിറക്കാതെ പോയൊരു മോനുണ്ടല്ലോ എന്ന് 3 സ്ത്രീകൾ പറഞ്ഞിരുന്നു അത്ര. ആ 3 സ്ത്രീകൾ എവിടെയാണ് ശൈലജ? എവിടെയാ? കള്ളത്തരം പറയുന്നതിന് ഒരു ലിമിറ്റൊക്കെ വേണ്ടേ, അല്ലേ? ഏതായാലും ശൈലജ പറഞ്ഞതാണ്, സമൻസ് വരട്ടെ, അതിന്റെ രേഖകളൊക്കെ അവർ ഹാജരാക്കും. വീണക്ക് എന്ത് രേഖയാണ്? മറ്റേ ശങ്കരാടി കാണിച്ചു കൊടുത്ത മാതിരി ഈ രേഖ വീണ ഹാജരാക്കും.
അന്വേഷണം തെറ്റായി പോയെന്ന് അന്വേഷണ ഏജൻസിക്ക് പറയട്ടോ. മറ്റേ കെ ശൈലജ ഇപ്പം തന്നെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് എന്താ പറയുന്നത് അറിയോ? അന്വേഷണം തെറ്റായി പോയി എന്ന് അന്വേഷണ ഏജൻസിക്ക് പറയേണ്ടി വരും, ഇഡിക്ക് പറയേണ്ടി വരും. ഞങ്ങളുടെ അന്വേഷണമൊക്കെ തെറ്റായി പോയി. വീണമോള് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഈ 2.78 കോടി എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും കാരണം കാണിക്കട്ടെ. 2.78 കോടിക്ക് കാരണം കാണിക്കണ്ടേ ശൈലജ? പിന്നെ ഇങ്ങനെ തെറ്റിപ്പോയി എന്ന് പറയാ. അപ്പൊ ഈ നാട്ടിലെ SFIOക്കും ROCക്കും ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിനും എല്ലാ കേന്ദ്ര ഏജൻസികൾക്കും തെറ്റുപറ്റിപ്പോയി എന്നാണോ പറയുന്നത്? ഇനിയും ഇങ്ങനെ ആസനം കഴുകിയിരിക്കണോ ശൈലജ? ഉളുപ്പുണ്ടോ? രാവിലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇമാതിരി. ഈ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിൽ കൊടുത്തിട്ടുണ്ട്, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, വീണയുടെ എല്ലാ പണമിടപാടുകളും ബാങ്ക് വഴിയാണ്. എല്ലാ പണമിടപാടുകളും ബാങ്ക് വഴിയാണ്. ഇവനെ കണ്ടല്ലോ, ഇവനൊക്കെ ഞാൻ പറയുന്നില്ല. നിലവിലെ മന്ത്രിയുടെ പണമിടപാട് നോക്കുമ്പോൾ വീണയുടെ കേസ്, അതിന്റെ കൂടെ മൂപ്പര് പറയുന്നത് നിലവിലെ മന്ത്രിമാരുടെ പണമിടപാട് നോക്കുമ്പോൾ, നിലവിലെ മന്ത്രിമാരാരാണ്? രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും പണമിടപാട് നോക്കുമ്പോൾ വീണയുടെ കേസ് എത്രയോ ചെറുതാണ്. അപ്പൊ ഇവരെ മാതിരി വീണയും മാതിരി തോന്നിയാസൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ചെറിയതാണ്. വീണയുടേത് ചെറിയത്. വെൽറ്റ് നടത്തിയത് RCയും PKയുമാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ഒരു ഗൂഢാലോചനയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇയാൾ പറയാതെ പറയുന്നത് എന്താണെന്നറിയോ? RC PK എന്നുള്ളതിനേക്കാളും മേലെ വേറൊരു ഇനീഷ്യൽ ഉണ്ട്, അത് PV ആണ്. ആ PV ആരാണ്? പിണറായി വിജയനാണ് എന്ന് കരിമണൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല രേഖകളിൽ തന്നെയുണ്ട്. ഇയാളുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ, ഈ പറയുന്ന ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ വിധി പ്രസ്താവത്തിലുണ്ട്. അത് SFIയുടെ കയ്യിലുണ്ട്, അത് ROCയുടെ കയ്യിലുണ്ട്, അതിപ്പോ EDയുടെ കയ്യിലും എത്തിയിട്ടുണ്ട്. ഇനിയും ബ്രിട്ടാസെ എന്തിനാടോ ഇങ്ങനെ ചെലക്കുന്നത് അല്ലേ? CMRL നൽകിയ എല്ലാ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണം. അതും പറയുന്നു. CMRL നടത്തിയ എല്ലാ രാഷ്ട്രീയ സംഭാവനകളിലും PVക്കെതിരെയും പിണറായി വിജയനെതിരെയും അന്വേഷണം വരണം. പിണറായി വിജയനെതിരെ അന്വേഷണം വരണം. ആരാ പറയുന്നത്? ബ്രിട്ടാസ് പറയാണ് പിണറായി വിജയനെതിരെയും എന്ത് ചെയ്യണം? അന്വേഷണം വരണം. എന്തൊക്കെ കേൾക്കണല്ലേ. ഇനി ഇതിന്റെ ഉള്ളിലുണ്ട് കയ്യൂക്കിനിയില്ല. കയ്യൂക്കിനിയില്ല ഏത് പേജിലാണ്? 9ാം പേജിൽ. 9ാം പേജ് വരട്ടെ. 9ാം പേജിൽ മെയിൻ സ്റ്റോറിയാണ്. വീണ സമൻസിലൂടെ മുൻകൂട്ടി അറിയിച്ചുള്ള ചോദ്യം ചെയ്യൽ കയ്യൂക്കിനിയില്ല. ഇനി കയ്യൂക്കില്ല, ഇനി ഇഷ്ടികായിട്ട് പോകുന്നില്ല. അന്ന് പോയതിന്റെ 26 എണ്ണാണ് പിടിയിലായത്, കസ്റ്റഡിയിലായത്. 300 ആൾക്കെതിരെ കേസ്. ഇനിയും ഇവരെ ഇളക്കി വിട്ടാൽ വരില്ല, ആരും വരില്ല. ആര് വരാൻ അല്ലേ? ഈ പറയുന്ന വീണയ്ക്ക് വേണ്ടിയിട്ട് ഇനി എന്തിനു ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കുന്നു എന്ന് അന്തംഗമ്മികൾ വരെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കയ്യൂക്കി ഇനി ഇല്ല എന്നാ പറയുന്നത് കേട്ടോ. CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ ചോദ്യം ചെയ്യലിന് വീണ EDക്ക് മുമ്പിൽ വെള്ളിയാഴ്ച ഹാജരാകുമ്പോൾ CPM എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ആകാംക്ഷയുയരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED സംഘത്തെ കയ്യൂക്ക് കൊണ്ട് നേരിട്ട CPM ഇനി അത്തരമൊരു നടപടിക്ക് തുനിയില്ല. അതിന് ആളെ കിട്ടൂല. ഇനി അങ്ങനെ വല്ല തടയുണ്ടെങ്കിൽ ആര് വരട്ടെ? വീണന്റെ സഹോദരനുണ്ടല്ലോ, മുപ്പരെ എടുത്തട്ടെ, അല്ലെ കമലയും പോട്ടെ. കമലയും ഈ വീണന്റെ ആങ്ങളെയും ഈ പറയുന്ന കാരണഭൂതൊക്കെ പോയിക്കോട്ടെ. ഈ റിയാസിനെയും വിളിച്ചോ, റിയാസിനെയൊക്കെ വിളിച്ചിട്ട് അവിടെ പോയി ഇങ്ങോട്ട് തടയട്ടെ, ഇഷ്ടിക എറിയട്ടെ. അല്ലാതെ ഈ പാവ അന്തംഗമ്മികളെ കൊണ്ട് ഇഷ്ടിക എറിയിപ്പിക്കണോ കാരണഭൂതമേ? EDയെ നേരിടാൻ കല്ല്, ഇഷ്ടിക, വടി, മുട്ട തുടങ്ങിയവ കൊണ്ട് തെരുവിലിറങ്ങിയ പ്രവർത്തകർക്കെതിരെ വധശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 300 പേർ പ്രതിപട്ടികയിലുള്ള കേസിൽ ഇതുവരെ 26 പേർ അറസ്റ്റിലായി. ED കൂടി കക്ഷി ചേരാനിരിക്കുകയാണ്. ED ആവശ്യപ്പെടുന്നു CBI വരണം. CBI കൂടി വന്നു കഴിഞ്ഞാൽ ഇതിന് ഗൂഢാലോചന നടത്തിയ, അതായത് ഈ പിള്ളേരെ കൊണ്ട് ഇഷ്ടിക എറിയിപ്പിച്ചത് ആര് പറഞ്ഞിട്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ പിള്ളേര് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ പിള്ളേര് പറയും അത് അപ്പം ഗോവിന്ദൻ പറഞ്ഞിട്ടാണ്, ബ്രിട്ടാസ് പറഞ്ഞിട്ടാണ്, ശിവൻകുട്ടി പറഞ്ഞിട്ടാണ്, ജോയ് പറഞ്ഞിട്ടാണ്, കാരണഭൂതം പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ, കാരണഭൂതം അവസാനം പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് ഇറങ്ങുകയല്ലേ. മരുവൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവസാന ശ്വാസം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഷ്ടിക എറിയണം. അവസാന ശ്വാസം വരെ മുട്ടെറിയണം എന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? മരുവനും പറഞ്ഞിട്ടുണ്ട്. ഫുൾ തമാശയാണല്ലേ.
ഇനി നമുക്ക് കേരള കൗമുദി ചോദ്യം ചെയ്യലിന് ഇ ഡി നോട്ടീസ്, വീണ വിജയൻ 12-ന് ഹാജരാകണം, നിർണായകം വീണയുടെ നീക്കങ്ങൾ. കേരള കൗമുദിയാണ് വളരെ വ്യക്തമായി പറയുന്നത് വീണ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്. അതാണ് അല്ലെ, ഏത് വാർത്തയും നമ്മൾ പത്രത്തിൽ വരുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം, വാട്ട് നെക്സ്റ്റ്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ. ഇപ്പൊ വീണയെ 12-ാം തീയതി ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ളത് ഇന്നലെ തന്നെ ടി വിയിലൂടെ ഒക്കെ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്. പക്ഷെ പത്രത്തില് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വീണ പോവോ ഇല്ലേ, അതാണ് പറയുന്നത്. ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് വീണ വിജയനും CMRL എടുക്കുന്ന നിലപാട് നിർണായകമാകും. സമൻസ് ലഭിച്ചു എങ്കിലും വ്യക്തമായ കാരണങ്ങൾ രേഖാമൂലമോ അഭിഭാഷകൻ വഴിയോ അറിയിച്ച് ഹാജരാകൽ നീട്ടിവെപ്പിക്കാം. നമ്മളെ മറ്റേ കയറുപിരി ശാസ്ത്രജ്ഞൻ ഉണ്ടല്ലോ ഇവിടെ ആലപ്പുഴയിലുള്ള ഐസക്ക് പണ്ട് ഇ ഡി ഇങ്ങനെ ഈ സമൻസ് ഒക്കെ അയച്ചിട്ട് മൂപ്പര് മൈൻഡ് ചെയ്യില്ല. മൂപ്പര് പണിയൊക്കെ പറയും. കാരണം നിയമ സംവിധാനത്തോട് പുച്ഛം. എന്നെ പിടിക്കാൻ ഇ ഡി ആയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നെ പിടിക്കാൻ ഇ ഡി ആയിട്ടില്ല. അയാളാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇത്രയും കടക്കണിയിലാക്കിയ അതിനീചനായ അല്ലെ, അതിന്റെ അങ്ങനെപ്പോലെ വാക്കില്ല. അത് വേറൊരു കാര്യം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഏതായാലും മൂന്ന് തവണ വരെ ഇങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? സമൻസ് ലഭിച്ചു എങ്കിലും വ്യക്തമായ കാരണങ്ങൾ രേഖാമൂലമോ അഭിഭാഷകൻ വഴിയോ അറിയിച്ച് ഹാജരാകൽ നീട്ടിവെക്കാം. എത്ര പ്രാവശ്യം വരെ? 3 തവണ വരെ ഇങ്ങനെ ചെയ്യാം. 3 സമൻസിലും ഹാജരായില്ല എങ്കിൽ വ്യക്തി ഉള്ളിടത്തെത്തി ചോദ്യം ചെയ്യാൻ ഇ ഡിക്ക് അധികാരമുണ്ട്. അപ്പൊ ഇ ഡി പിന്നാലെ വന്ന് പിടിക്കും. കസ്റ്റഡിയിൽ എടുത്തും ചോദ്യം ചെയ്യാം. അപ്പോഴാണ് ചിലപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അറസ്റ്റ് തടയണമെന്നോ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നോ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും വീണക്ക് കഴിയുമെന്ന് നിയമവൃത്തങ്ങൾ പറഞ്ഞു. അപ്പൊ വീണക്ക് മുൻകൂർ ഈ അറസ്റ്റ് തടയാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യം എടുക്കാം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കർശന വ്യവസ്ഥകൾ മൂലം മുൻകൂർ ജാമ്യം ലഭിക്കുക അത്രയൊന്നും എളുപ്പമല്ല. വീണ മനസ്സിലാക്കണം. എക്സാലോജിക് ഇടപാടിലെ അന്വേഷണം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് സ്റ്റേ നേടാൻ CMRL കഴിയും. CMRL അതിന് നോക്കുന്നുണ്ട്. ഇ ഡിയുടെ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്താൽ ചോദ്യം ചെയ്യൽ താൽക്കാലികമായി ഒഴിവാക്കാനാവും. അപ്പൊ ഇ ഡിയുടെ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്താൽ വീണക്ക് മാത്രമല്ല വീണക്കും കാരണഭൂതത്തിലും തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ കഴിയും.